2025 ജനുവരി 25-ന് 7 ഗ്രഹങ്ങളുടെ മഹാസംഗമം നടക്കുന്നു. ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, ബുധൻ, നെപ്റ്റ്യൂൺ, യുറാനസ് എന്നീ 7 ഗ്രഹങ്ങൾ ആകാശത്ത് ഒന്നിച്ച് അണിനിരക്കുന്നു. രാത്രി ആകാശത്ത് ഈ ഗ്രഹസംഗമം കാണാൻ കഴിയും. ആകാശപ്രേമികൾക്ക് ഇതൊരു അപൂർവ ദൃശ്യവിരുന്ന് തന്നെയാണ്. മാത്രമല്ല, ജ്യോതിഷപരമായും ഈ ഗ്രഹസംഗമത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പൊതുവെ 12 രാശികളിലും ജനിച്ചവർക്ക് അനുകൂലമാണ് ഈ ഗ്രഹസംഗമം. എന്നിരുന്നാലും അതിൽ 4 രാശിക്കാർക്ക് ഈ ഗ്രഹസംഗമം വളരെയധികം ഭാഗ്യം കൊണ്ടുവരുന്നു. ആ രാശിക്കാർ ആരെല്ലാമാണെന്ന് നോക്കാം. ഇതിലാദ്യത്തേത് മിഥുനൻ രാശിക്കാരാണ്. മകയിരം 2ാം പകുതി, തിരുവാതിര, പുണർദം ആദ്യത്തെ 1/4 ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം അനുകൂല ഫലങ്ങളാണ് ഈ മഹാഗ്രഹസംഗമം മൂലം ഉണ്ടാകുന്നത്. സാമ്പത്തിക അഭിവൃദ്ധി, രോഗാദി ദുരിതങ്ങളിൽ നിന്നും മോചനം, നല്ല വാർത്തകൾ കേൾക്കാനും സാമ്പത്തികമായും തൊഴിൽപരമായും നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും ഉള്ള സമയമാണ്. ശുക്രൻ്റെ അനുഗ്രഹ നിമിത്തം ബിസിനസ്സിൽ ലാഭം, പുതിയ കരാറുകളൊക്കെ ഏറ്റെടുത്ത് നടത്താനും പുതിയ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കാനും ലാഭമുണ്ടാകാനും ഒക്കെ പറ്റിയ സമയമാണ്. അടുത്തത് ചിങ്ങൻ രാശിയാണ്. മകം, പൂരം, ഉത്രം ആദ്യത്തെ 1/4 ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി വളരെയധികം ഉന്നതിയും വളരെ വലിയ നേട്ടങ്ങളും ഉണ്ടാകുന്നതിനുള്ള ഒരു സമയമാണിത്. വളരെയധികം ഈശ്വരാധീനമുള്ള സമയം കൂടിയാണിത്. ആത്മീയ കാര്യങ്ങളിലൊക്കെ വളരെയധികം ഉന്നതി ഉണ്ടാകുന്നതാണ്. ആഗ്രഹിച്ച പുണ്യക്ഷേത്ര ദർശനം ഒക്കെ സാധ്യമാകുന്ന സമയമാണ്. സ്വത്ത് തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ലഭിക്കേണ്ടുന്ന സ്വത്ത് വകകളൊക്കെ ലഭിക്കുന്ന സമയം കൂടിയാണ്. യാത്രാ തടസ്സങ്ങളൊക്കെ മാറി ആഗ്രഹിച്ച യാത്രയ്ക്കുള്ള അവസരവും ഉണ്ടാകുന്നതാണ്. അടുത്തത് കന്നിരാശിയാണ്. ഉത്രം അവസാന 1/4 ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർക്ക് ഈ മഹാഗ്രഹസംഗമം വളരെയധികം നേട്ടങ്ങളാണ് കൊണ്ടുവരുന്നത്. തടസ്സപ്പെട്ട് കിടന്ന പല കാര്യങ്ങളിലെയും തടസ്സങ്ങളൊക്കെ മാറി അനുകൂലമാകുന്നു. കടബാധ്യതകളൊക്കെ നീങ്ങുന്നു. കിട്ടാക്കടങ്ങളൊക്കെ തിരികെ ലഭിക്കും. വളരെ നാളുകളായി മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയം കൂടിയാണിത്. കുടുംബാംഗങ്ങളുമായി എന്തെങ്കിലും അകൽച്ചയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറി പഴയതുപോലെ വീണ്ടും സ്നേഹത്തിലാകാനുള്ള സമയം കൂടിയാണിത്. ആഗ്രഹിച്ച വ്യക്തിയെ തന്നെ ജീവിത പങ്കാളിയായി ലഭിക്കുന്നതിനുള്ള അവസരവും ഉണ്ടാകുന്നതാണ്. വളരെയധികം സാമ്പത്തിക നേട്ടങ്ങളാണ് കന്നിരാശിക്കാരെ കാത്തിരിക്കുന്നത്. അടുത്തത് വൃശ്ചിക രാശിയാണ്. വൃശ്ചിക രാശിയിൽ വരുന്ന വിശാഖം അവസാന 1/4 ഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ്. ആഗ്രഹിച്ച പോലുള്ള തൊഴിൽ ലബ്ധി, സൽകീർത്തി, അന്തസ്സ്, സമൂഹത്തിൽ മാന്യത, സന്തോഷം എന്നിവയൊക്കെ ഈ മഹാഗ്രഹസംഗമത്തിൻ്റെ ഫലങ്ങളാകുന്നു. സാമ്പത്തിക ബാധ്യതകളൊക്കെ തീരുന്നു. വ്യാഴത്തിൻ്റെ അനുഗ്രഹം സാമ്പത്തിക ഉന്നതിയിലേക്ക് ഈ രാശിക്കാരെ നയിക്കുന്നു. സർവകാര്യ വിജയം, സർവാഭീഷ്ടസിദ്ധി എന്നിവയൊക്കെ ഈ മഹാഗ്രഹസംഗമം മൂലം വൃശ്ചിക രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങളാണ്.